ഈ ഇൻഡസ്ട്രിയിലെ ഒരു ക്ലോസ് ഫ്രണ്ട് ആയിട്ട് ആരെങ്കിലും ഉണ്ടോ? പിന്നെ വനിത വനിത കൃഷ്ണചന്ദർ ടു ക്ലോസ് എന്ന് വെച്ചാൽ ഞങ്ങളെ പിരിക്കാൻ വയ്യ, അങ്ങനെ വി ആർ ടു ക്ലോസ് അങ്ങനെ. പിന്നെ ஷார்ட்ல പറയും, ஐயோ 2 பேரும் தான் நடிக்கிறாங்களே, 2 பேரையும் கட் பண்ணாதான் இந்த படம் நல்லா இருக்கும்னு പറയും. എന്തായാലും നമുക്ക് ഓർമ്മയുണ്ടോ ഈ മുഖം എന്ന് പറയുന്ന ഒരു സെഗ്മെന്റിലേക്ക് പോവാം. കുറെ ഓർമ്മകൾ നമ്മളിപ്പോ ഷെയർ ചെയ്തു, അതുകൊണ്ട് തന്നെ ഞങ്ങള് കുറച്ച് മുഖങ്ങൾ ഇവിടെ കാണിക്കും. അപ്പൊ അവരുമായിട്ടുള്ള ചേച്ചിയുടെ ഒരു ഓർമ്മകൾ എന്തൊക്കെയാണെന്ന് പറയണം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യത്തെ ഒരു മുഖം ആരുടെയാന്ന് നോക്കാം. സീമേച്ചി എന്റെ ചേച്ചിയാ. എല്ലാവരും സന്തോഷത്തിന് വരൂല്ലേ, ചേച്ചി ഞാൻ കറഞ്ഞ വന്നേക്കും അവിടെ. ഷീസ് ടു ഗുഡ്, ഷീസ് മൈ ഗ്രേറ്റ് സോൾ. എപ്പോഴും ഞങ്ങളെ 2 ആൾക്കാരാണ്. എല്ലാം പറയും, ഞാൻ ഇന്ന് ബോറടിക്കുന്നു വാ എന്ന് പറഞ്ഞാൽ ഞാൻ 9 o'clock ചെന്നിരിക്കും, എന്തൊക്കെയോ സ്വീറ്റ് സംസാരിച്ചോണ്ടിരിക്കും, അമ്പലം പോവും, എല്ലാം ഞാൻ വരുന്ന് വെച്ചിട്ട് ചേച്ചി നല്ല മീനൊക്കെ വറുത്ത് റെഡിയാ വെച്ചിട്ട് വിളമ്പുന്നുണ്ടല്ലോ, കഴിച്ചോ നന്നായിരിക്കും, അങ്ങനെ മുഖം നോക്കിക്കൊണ്ടേ ഇരിക്കും, നന്നായിരിക്കുന്നല്ലേ, ഞാൻ നിനക്ക് വേണ്ടി മാത്രം ചെയ്തതാന്നൊക്കെ പറയും. എന്റെ ബെറ്റർ ഓഫ് എന്ന് പറയുമല്ലേ, ഷീ ഈസ് ദ വൺ. ഇനി അടുത്താരാ നോക്കാം. ഞാൻ കുറേ പടം ചെയ്ത് ശങ്കരണ്ണനോടാണ്. ആദ്യം ഞങ്ങൾ മൗനരാകുന്ന ഒരു പടം ചെയ്ത സമയത്ത്, അപ്പോഴാണ് ഹീറോയിൻ ചെയ്തുകൊണ്ട് വരുന്ന സമയത്ത് ഒരു ഫസ്റ്റ് നൈറ്റ് സീൻ, അമ്പലി സാറാണ് ഡയറക്ടർ. അപ്പോൾ ഒക്കെ റെഡി ആക്കിയിട്ട് ആ ഫസ്റ്റ് നൈറ്റ് മുറിയിൽ കയറാൻ പറഞ്ഞു. ഞാൻ കുറേ കറച്ചല, അയ്യോ എല്ലാവരും ഉണ്ട് എന്നെ ഈ ഫസ്റ്റ് നൈറ്റ് സീനൊക്കെ ചെയ്യാൻ പറയുന്നുണ്ട്. എൻ്റെ അമ്മ ഒറ്റ ഒരു പോട്, ഷൂട്ടിങ് അല്ലേടി ഇതിൻ്റെ ഫസ്റ്റ് നൈറ്റ് എന്ന് വെച്ചിട്ട് ഞാൻ കരയാൻ തുടങ്ങി. പിന്നെ ചേട്ടൻ വന്നിട്ട്, എടി ഞാനല്ലേ നിനക്ക് എന്താ പ്രശ്നം വാ എന്നൊക്കെ പറഞ്ഞു. ഇനി അടുത്തത് പൊടിമോള്. സോ എവിടെ ഇരുന്നാലും ഞങ്ങളുടെ വീട്ടിന്റെ അടുത്താണ്. എടി നീ എവിടെയാ ഷൂട്ടിങ്? ഞാൻ കൊണ്ടുവരാം റാണിമ, നീ ഒന്ന് കഴിക്കല്ലേ, ഞാൻ മീൻ ചെയ്തു. ഞാൻ പറഞ്ഞു നീ ആദ്യം ഷൂട്ടിങ് പോയി, ഇതൊക്കെ പിന്നീട് ചെയ്യാന്നിട്ട്. അങ്ങനെ എന്റെ വളരെ ബെസ്റ്റ് സുഹൃത്ത്. ഈ പറഞ്ഞ പോലെ നിങ്ങൾ എല്ലാരും ചെന്നൈയിൽ അടുത്തടുത്തായതുകൊണ്ട് ആ ഒരു കണക്ഷൻ ഭയങ്കര കൂടുതലായിരിക്കും അല്ലേ? അപ്പോ അങ്ങനെ ഒരു പൊടിമോൾ എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് വിളിക്കുക. തിരിച്ച് റാണിമാന്ന് വിളിക്കും, ഞാൻ പൊടിമോൾ എന്ന് വിളിക്കും. അപ്പൊ അങ്ങനെ ഒരു കുട്ടി സുഹൃത്ത്. അതെ. അയ്യോ, ഷീ ഈസ് മൈ ലവ്, ബെസ്റ്റ് ക്ലോസസ്റ്റ് എല്ലാം. ഇപ്പൊ ഇന്ന് വന്നു ഞാൻ വന്നോടി ട്രിവാൻഡ്രം എന്ന് വെച്ചാൽ ഓക്കെ, ഞാൻ ഇന്ന് നൈറ്റ് ഡിന്നർ നമ്മുടെ അടുത്താ. അങ്ങനെ ഷീ ഈസ് കമ്മിങ് ഫ്രം ഗുരുവായൂർ ആക്ച്വലി, ഐ എം ഓൺ ദ വേ എന്നൊക്കെ പറഞ്ഞു. ഞാൻ അല്ലെങ്കിൽ എപ്പോ വരട്ടെ എന്ന് പറഞ്ഞു. അല്ല വേണ്ട നമ്മുടെ ടൈം അല്ലേ, സംസാരിക്കും. നിങ്ങള് സിനിമ അഭിനയിച്ചു തുടങ്ങിയത് ഏകദേശം ഒരു ടൈമിലാണ്. ആക്ച്വലി എന്നെക്കാട്ടിലും സീനിയറാ, സൂപ്പർ ആർട്ടിസ്റ്റ് ആൻഡ് ബോൾഡ് ആൻഡ് ബ്യൂട്ടിഫുൾ എന്ന് പറയുമല്ലോ. ആ സമയത്ത് ഞാൻ പേടിക്കുമല്ലേ, ഷീസ് വെരി മച്ച് ഡയർ ഡെവിൽ. ഇങ്ങനെ ഇല്ല ഇപ്പടി പണ്ണ അപ്പടി പണ്ണനൊക്കെ. ഷീസ് ലൈക്ക് എ ഗുഡ് ഗോഡ് ടീച്ചർ. ഇല്ല